ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ടൈം ആൻഡ് വർക്കാണ് പോകുന്നത്. നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത ദിവസം പോകുന്നതായിരിക്കും. ടൈം ആൻഡ് വർക്ക് 2 സെക്ഷൻ കാണും, ടൈം ആൻഡ് വർക്ക് 1ഉം 2ഉം. ഇതിൽ തന്നെ പൈപ്പ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യനും കാണും. അപ്പോൾ ഇതിന് മുമ്പുള്ള ഇപ്പോൾ ഒരു സീരീസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം വരെ കാണണം. ഇടയ്ക്ക് വെച്ചിട്ടിട്ട് ഒരിക്കലും പോവല്ല. നിങ്ങൾക്ക് ആകെ 10 ക്വസ്റ്റ്യൻ മീൻസ് അതും ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യുന്നൊരു 30 മിനിറ്റ്സ് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന സമയത്തിൻ്റെ ലീസ്റ്റ് വേർഷനാണ് 30 മിനിറ്റ്സ് എന്ന് പറയുന്നത്. മാക്സിമം 45 മിനിറ്റ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മടുക്കാം. കുറേ ഇരുന്ന് താല്പര്യം ഇല്ലാതെ പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരു 30-45 മിനിറ്റ് നമുക്ക് അടിച്ചു പിടിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈം ഡ്യൂറേഷൻ നിങ്ങൾ എൻഡ്യൂർ ചെയ്തിരിക്കണം. ഓക്കെ, ഫ്രഷ് ആയിട്ട് ഒരു 30 മിനിറ്റ് മതി. നമുക്ക് കുറേ കാര്യങ്ങൾ ഷോർട്ട് ട്രിക്ക് ഉണ്ടെങ്കിൽ അതും പഠിച്ച് കുറച്ച് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ച് ഒപ്പം തന്നെ ലൈവായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തോണം. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിത്തം മടുക്കത്തില്ല, കൂളായിട്ട് പൊക്കോളും. ഓക്കെ, അപ്പോൾ ഫ്രഷായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഫ്രഷ് ആയിട്ടുള്ള ആസ്പിറൻസിനല്ല, ബട്ട് അത്യാവശ്യം ഇൻ്റർമീഡിയറ്റ് ആയിട്ട് സിലബസ് അത്യാവശ്യം തീർത്തെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാനത് ഒന്നുകൂടെ പറയുകയാണ്. കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ബേസിക് സർക്കിളിലെ ക്ലാസ് കഴിഞ്ഞ് സർക്കിൾ തീർക്കുമല്ലോ, മീൻസ് ആ ടോപ്പിക്ക് നിങ്ങൾ സ്പീഡ് മോക്ക് എടുത്ത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യാൻ പറ്റും, സ്പീഡും കൂടാൻ പറ്റും. അതല്ല ഫ്രഷ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഗോ വാച്ച് ദ ബേസിക്സ് ഫസ്റ്റ് ആൻഡ് ദെൻ കം ടു ദിസ് വീഡിയോ. ഓക്കെ, അപ്പം ബേസിക്സ് ഒക്കെ അത്യാവശ്യം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ കാണാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പെൻ ആൻഡ് പേപ്പറൊക്കെ ആയിട്ട് റെഡി ആയിട്ട് വെച്ചോളൂ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. പാതിക്ക് വെച്ച് നിർത്തി പോകല്ലേ, അവസാനം വരെ കാണും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ചെയ്യാനായിട്ടിരിക്കുക. ടൈം ആൻഡ് വർക്കില്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ. നോക്കിക്കേ, ഇൻ കേസ് ഈ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു കുറച്ച് നാൾ ബ്രേക്ക് എടുത്തിട്ട് കാണുന്നവർക്കും ഈ സീരീസ് ഒന്ന് ഹെൽപ്ഫുൾ ചെയ്യുന്നതായിരിക്കും. അതൊന്നുകൂടെ ഒന്ന് കാര്യങ്ങൾ പുതുക്കാൻ ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി പറയാം. വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ടൈം ഇൻറ്റു എഫിഷ്യൻസി ആയിരിക്കും. എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഒരു ദിവസം അല്ലെ ഒരു സ്പെസിഫൈഡ് ടൈമിൽ എനിക്ക് എത്ര പണി തീർക്കാൻ പറ്റും, ഒരു മണിക്കൂറിൽ എത്ര ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് മാറും, ഒരു ദിവസം എനിക്ക് എത്ര പണി ചെയ്യാൻ പറ്റും. ആ എഫിഷ്യൻസിയുടെ യൂണിറ്റ് എന്താണോ, അതായത് ഇത്ര യൂണിറ്റ് വർക്ക് പെർ ഡേ ചെയ്യാൻ എനിക്ക് പറ്റുമെങ്കിൽ ടോട്ടൽ ഞാൻ പണി ചെയ്യാനെടുത്ത ദിവസം ടി ദിവസമാണ്. അങ്ങനെയെങ്കിൽ ടി ദിവസം കൊണ്ട് ഓരോ ദിവസം ഈ വെച്ച് ടി ഇൻറ്റു വി വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ വർക്ക് ടൈം ഇൻറ്റു എഫിഷ്യൻസി ആയിരിക്കും. ഇനി മണിക്കൂറാണെങ്കിൽ ഇവിടെ ടോട്ടൽ ടൈം എന്നുള്ളത് എന്താവും, മണിക്കൂറാവും. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമ്മൾ ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, വർക്ക് ബൈ എഫിഷ്യൻസി ആൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം. ഈ ഒരു ബേസിക് ഇക്വേഷനെ റിവോൾവ് ചെയ്ത് ഉള്ള ബാക്കി 2 ഇക്വേഷനും ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി നോക്കിക്കേ, എൻ്റെയും ബിൻ്റെയും 2 ആൾക്കാരുണ്ട്, അവരുടെ എഫിഷ്യൻസീസ് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് ഒരു ദിവസം, ഇവിടെ ഇപ്പോൾ കോൺടാക്സിൽ പറഞ്ഞേക്കുന്നത് നോക്കിയാൽ ഡേയ്സ് അല്ലേ, അപ്പം ദിവസമാണ് സിറ്റുവേഷൻ. എക്ക് ഒരു ദിവസം, ബിക്ക് ഒരു ദിവസം എത്ര പണിയെടുക്കാൻ പറ്റുന്നോ അതിൻ്റെ 3 ഇരട്ടി ചെയ്യാനായിട്ട്, അതായത് 3 ഇരട്ടി എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ, ബി എത്ര ചെയ്യുന്നു അതിൻ്റെ 3 ഇരട്ടി എക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ബിൻ്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എൻ്റെ എഫിഷ്യൻസി 3, റേഷ്യോ 3:1 ആയി. ഒരു ദിവസം ഒരു യൂണിറ്റ് വർക്ക് ബി ചെയ്യുമെങ്കിൽ ആ സെയിം ദിവസം അല്ലെ ആ ഒരു ദിവസം കൊണ്ട് 3 യൂണിറ്റ് പണിയെടുക്കും. അപ്പം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താ, ടോട്ടൽ എഫിഷ്യൻസി ഇൻറ്റു അല്ലെ കമ്പൈൻഡ് എഫിഷ്യൻസി ഇൻറ്റു ടോട്ടൽ ടൈം. ഓക്കെ, അപ്പം 2 പേരും കൂടെ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും, 3+1 4 യൂണിറ്റ് വർക്ക് ചെയ്യും അല്ലേ. അങ്ങനെ 18 ദിവസം കൊണ്ടല്ലേ വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 4, അങ്ങനെ 18 ദിവസം ചെയ്യുമ്പോൾ 4 × 18 ആയിരിക്കും ടോട്ടൽ വർക്ക്. ആൻഡ് ടൈം ടേക്കൺ ബൈ ബി, ടി ബി എന്ന് പറയുന്നത് ടൈം എങ്ങനെയാണ് സാധാരണ കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി. ഇവിടെ ടൈം ഓഫ് ബി ആയതുകൊണ്ട് എഫിഷ്യൻസി ഓഫ് ബി എടുക്കണം. അപ്പോൾ ടോട്ടൽ വർക്ക് 18 × 4 ബൈ എഫിഷ്യൻസി ഓഫ് ബി 1. അപ്പം ബൈ 1 ചെയ്യുമ്പോൾ 72 ഡേയ്സ് ആയിരിക്കും. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ 3 ആയിരിക്കും കേട്ടോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds.
ഓക്കെ, അപ്പോൾ ഇതിന് ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ബൈ എ, ഇസഡ് എന്ന് പറയുന്നത് എയും ബിയും കൂടെ ഒരുമിച്ച് ആ പണി ചെയ്യാനെടുക്കുന്ന സമയം. എ എക്സ് ദിവസം കൊണ്ട് ഒരു പണി ചെയ്യും, ആ സെയിം പണി എയും ബിയും കൂടെ ചേർന്ന് ഇസഡ് ദിവസം കൊണ്ട് പണി എടുക്കുമെങ്കിൽ ഇനിയും ഈ ഗ്രൂപ്പിനകത്ത് റിമൈനിങ് ആയിട്ടുള്ള ആരാ? ബി. അപ്പോൾ ടൈം ടേക്കൺ ബൈ ബി എന്ന് പറയുന്നത് എക്സ് ഇസഡ് ബൈ എക്സ് മൈനസ് ഇസഡ് ആയിരിക്കും. അതായത് 2 പേര് പണിയെടുക്കുന്നുണ്ട്, അതിലൊരാൾ പണി ചെയ്യുന്നതിൻ്റെ ദിവസം തന്നിട്ടുണ്ട്, 2 പേരും ഒരുമിച്ച് ചെയ്യാനെടുക്കുമ്പോൾ എടുത്ത സമയം തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ആളെടുത്ത സമയം എന്ന് പറയുന്നതിന് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചോണം, എളുപ്പം കിട്ടും വെട്ടിപ്പോയിട്ട്. അപ്പം എ എത്ര? 12 ദിവസം, എയും ബിയും കൂടെ 18 ദിവസം അല്ലേ? എ ആൻഡ് ബി ടുഗദർ 12 ദിവസം. അങ്ങനെ എഴുതിയാലും കാര്യമില്ല. എയും ബിയും കൂടെ ഒരുമിച്ച് 12 ദിവസം. ആൻഡ് എ എലോൺ ക്യാൻ ഡു ഇറ്റ് ഇൻ 18 ദിവസം. ആൻഡ് എക്സ് മൈനസ് ഇസഡ് 18 മൈനസ് 12 6. വെട്ടാൻ നേരം 3 × 12 36 ഡേയ്സ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 2 കേട്ടോ. LCM മെത്തേഡ് വെച്ച് ഞാൻ ചെയ്യുന്നില്ല, ഇത് തന്നെ ആയിരിക്കും എളുപ്പം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സമയം കഴിഞ്ഞു. നോക്കിക്കേ, 3 മെന്നും 4 വിമനും ഇവർ 7 ദിവസം കൊണ്ട് എത്രയോ പണിയെടുക്കുന്നു. അപ്പം നോക്കിക്കേ, ഒരു മാന് ഒരു ദിവസം കൊണ്ട് m യൂണിറ്റ് പണിയെടുക്കാൻ പറ്റും ഒരു ദിവസം കൊണ്ട്. അങ്ങനെ 3 മാന്, എല്ലാ മനുഷ്യൻ്റെയും എഫിഷ്യൻസി സെയിം, ആണുങ്ങൾക്ക് എല്ലാം ഒരേ എഫിഷ്യൻസിയാണ്. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ 3 മാനിന് 3 × m പണി ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ആ സെയിം ദിവസം തന്നെ ഒരു വിമൻ്റെ എഫിഷ്യൻസി W യൂണിറ്റാണ്. അങ്ങനെ 4 വിമൻ്റെ എഫിഷ്യൻസി, വിമന് മൊത്തം 4W ആയിരിക്കും, അല്ലെ 4W യൂണിറ്റ് വിമന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം 3m + 4W യൂണിറ്റ് വർക്ക് മാനും വിമനും കൂടെ ചെയ്യും ഒരു ദിവസം കൊണ്ട്. അവരങ്ങനെ എത്ര ദിവസം പണിയെടുക്കണം? 7 ദിവസം കൊണ്ട് പണിയെടുക്കണം. ഒരു ദിവസം ഇവർ ഇത്രയും പണിയെടുക്കും, ഈ ഗ്രൂപ്പ് 7 ദിവസം കൊണ്ട് പണിയെടുക്കുമ്പോഴാണ് വർക്ക് കംപ്ലീറ്റ് ആകുന്നത്. അപ്പം 7 ദിവസത്തെ പണി അറിയാൻ × 7 ചെയ്തു. ഈ സെയിം വർക്കാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. വേറാസ് ഈ സെയിം വർക്ക് ക്യാൻ ഡു ഇറ്റ്, ഈ സെയിം വർക്ക് ചെയ്യാനായിട്ട് അടുത്തൊരു ഗ്രൂപ്പുണ്ട്, അതിൽ 2 മാനും 1 വിമനും ഉണ്ട്. അപ്പം 2m യൂണിറ്റ് വർക്ക് മെയിലിൻ്റെ സെക്ഷൻ തീർക്കും ഒരു ദിവസം കൊണ്ട്. ഒരു വുമനല്ലേ ഉള്ളൂ, അവർ W യൂണിറ്റ് പണി തീർക്കും. 2 പേരും കൂടെ 2m + 1W യൂണിറ്റ് വർക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് തീർക്കും. അങ്ങനെ ഈ വർക്ക് തീർക്കാനായിട്ട് അവർക്ക് വേണ്ടത് 14 ദിവസമാണ് അടുത്ത ഗ്രൂപ്പിന്. രണ്ടും സെയിം വർക്കല്ലേ, വർക്ക് ഇക്വേറ്റ് ചെയ്യുക. അവസാനം നിങ്ങൾക്ക് 2W = m എന്ന് കിട്ടും. അതായത് 2 വിമൻ്റെ എഫിഷ്യൻസി ആയിരിക്കും ഒറ്റ മനുഷ്യൻ ചെയ്യുമ്പോൾ, മാൻ ചെയ്യുമ്പോൾ. അപ്പോൾ m/W 2/1 കിട്ടും. അതായത് എമ്മിന് ഒരു ദിവസം, ഒരു മാനിന് 2 യൂണിറ്റ് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സെയിം ടൈം ഫ്രെയിമിൽ വിമന് 1 യൂണിറ്റ് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി എമ്മിനും ഡബ്ല്യുവിനും ഇവിടെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര കിട്ടി? ടോട്ടൽ വർക്ക് 3 × 2, അതായത് 10 × 7 കിട്ടി അല്ലേ? ഇനി ചോദിച്ചേക്കുന്നത് 7 വിമൻ എടുക്കുന്ന സമയമല്ലേ സെയിം വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ടൈം ടേക്കൺ ബൈ വിമൻ, അതും 7 വിമൻ. അപ്പം ടോട്ടൽ വർക്ക് ടൈം ടേക്കൺ ബൈ വിമൻ എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസീസ് ഓഫ് 7 വിമൻ അല്ലേ? അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര? 10 × 7. 7 വിമൻ ഉണ്ട്, ഓരോ വിമൻ്റെ എഫിഷ്യൻസി 1 യൂണിറ്റ്. അപ്പോൾ 1 വെട്ടിപ്പോകുമ്പോൾ എത്ര? 10 ഡേയ്സ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്.
നോക്കിയേ, എയും ബിയും രണ്ടാൾക്കാരുണ്ട്. അപ്പം അവർ രണ്ടുപേരും ഒരു പണി ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചു. അവർക്ക് പറഞ്ഞേക്കുന്ന സമയം 15 ദിവസം. 15 ദിവസം കഴിയുമ്പോൾ 18,000 രൂപ 18,000 അവർക്ക് കൊടുക്കും. ഇനിയും എയിൻ്റെ എഫിഷ്യൻസി ബിൻ്റെ 5 ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേഷ്യോ എത്ര വരും? അനുപാതം 5:1. എ ബി ഒരു ദിവസം കൊണ്ട് 1 യൂണിറ്റ് വർക്ക് തീർക്കുമെങ്കിൽ എ ആ സെയിം ടൈം കൊണ്ട് ഒരു ദിവസം കൊണ്ട് 5 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇനി നോക്കിയേ, 15 ഡേയ്സ് കൊണ്ടാണ് ഇവർക്ക് 18,000 റുപ്പീസ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ഡേയിൽ ഓരോ ദിവസവും എത്ര വെച്ച് കിട്ടും? 18,000/15 1200 റുപ്പീസ് കിട്ടും. ഈ 1200 റുപ്പീസ് 1 ഡേയിലെ വർക്കിനാണ് കിട്ടുന്നത്. ആ 1 ഡേയിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്? എയും ബിയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എ ഒരു ദിവസം, ബി ഒരു ദിവസം 1 യൂണിറ്റ്, എ ഒരു ദിവസം 5 യൂണിറ്റ്. രണ്ടുപേരും കൂടെ A+B കമ്പൈൻഡ് ആയിട്ട് 6 യൂണിറ്റ് ഓഫ് വർക്ക് ചെയ്യും. ഈ 6 യൂണിറ്റ് വർക്കിനാണ് ഒരു ദിവസം 1200 രൂപ കൊടുക്കുന്നത്, അല്ലേ? അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റ് വർക്ക് തീർക്കാനായിട്ട് 1200/6 200 റുപ്പീസ് ആയിരിക്കും ഒരു യൂണിറ്റ് വർക്ക് തീർക്കുന്നതിന് അവർക്ക് പ്രൊപ്പോർഷനായിട്ട് പോകുന്നത്. ഇനിയും എ എത്ര യൂണിറ്റ് വർക്ക് തീർക്കുന്നുണ്ട് ഒരു ദിവസം? 5 യൂണിറ്റ്. അപ്പം എയുടെ ഡെയിലി വേജ് എന്ന് പറയുകയാണെങ്കിൽ ഓരോ ദിവസവും എക്ക് എത്ര? 5 × 200. 5 യൂണിറ്റ് പണിയെടുക്കും. ഓരോ യൂണിറ്റും 200 വെച്ച് 1000 രൂപയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഓപ്ഷൻ 4 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. നമ്മളിതിൽ LCM മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അത് ചെറിയ ഒരു ഗ്ലിംസ് പോലെ ആലോചിച്ചിരിക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് ഒന്നുകൂടെ റിവൈസ് ആവും. ഓക്കെ, അപ്പോൾ സമയം കഴിഞ്ഞ് നോക്കിയേ, 3 ആൾക്കാരുണ്ട്, എ ബി സി. ഇവരെല്ലാവരും ഒരു പീസ് ഓഫ് വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ അർത്ഥം എന്താ? എല്ലാവരും ഒരു സെയിം പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് സമയം എടുക്കും. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് കഴിവായതുകൊണ്ട് എ ആ പണി ചെയ്യാൻ 9 ദിവസം എടുക്കും. ഇത് ടൈമാണ്, 9 ഡേയ്സ് എടുക്കും. ബി അത് ചെയ്യാൻ 12 ദിവസം എടുക്കും. സി ആ സെയിം പണി ചെയ്യാനായിട്ട് 18 ദിവസം എടുക്കും. അപ്പം എൻ്റെ വർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എനിക്കൊരു നമ്പർ വേണം. അതായത് ഇപ്പം ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് ഒരു 10 കട്ട പെറുക്കി വെക്കുമെന്ന് വെച്ചോ എ. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ 20 കട്ട പെറുക്കി വെക്കുമോ? ആ സെയിം ദിവസം കൊണ്ട് ബി എത്ര കട്ട പെറുക്കി വെക്കും? അപ്പം പണി ഏതാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ആ പണിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ എനിക്കൊരു നമ്പർ വേണം. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വർക്ക് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം. അപ്പം ഇവിടെ ഓരോരുത്തരുടെയും ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ അവരവരുടെ എഫിഷ്യൻസി കിട്ടുന്നത്. ആ എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ഈ ടൈം, അതായത് 9, 12, 18 ഡിനോമിനേറ്ററിൽ ഇവിടെ വരും. അത് ഡിവൈഡ് ചെയ്യാൻ നേരം ഒരു മൊത്തമാക്കം കിട്ടുന്ന രീതിയിലുള്ളൊരു നമ്പർ. ചുരുക്കി പറഞ്ഞാൽ 9, 12, 18ൻ്റെ LCM നമ്മൾ ടോട്ടൽ വർക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതായത് 3 നമ്പറിൻ്റെ LCM കാണാനുള്ള ക്വിക്ക് മെത്തേഡ് എന്താ? ഏറ്റവും വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമല്ലോ, അതിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുക്കണം. 18 കൊണ്ട് 9നെ 18 വെച്ച് ഡിവൈഡ് ചെയ്യുക, അല്ലെ 18നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 12 കൊണ്ട് 18നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം 18ന് അടുത്ത മൾട്ടിപ്പിൾ എടുത്തു, 36. ഓക്കെ ആണ്. അപ്പോൾ 36 ടോട്ടൽ വർക്കായിട്ട് എടുത്തു. അതിനർത്ഥം 9 ദിവസം കൊണ്ട് 36 യൂണിറ്റ് വർക്ക് എ തീർക്കും. അങ്ങനെങ്കിൽ ഒരു ദിവസം കൊണ്ട് 36/9 എഫിഷ്യൻസി 4 യൂണിറ്റ് ആയിരിക്കും എയുടേത്. ബിയുടേത് 12 ദിവസം കൊണ്ട് ഈ സെയിം വർക്ക് തീർക്കും എന്ന് പറഞ്ഞാൽ ഈ 36 യൂണിറ്റ് വർക്ക് തന്നെ ബി 12 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും ബി 36/12 3 യൂണിറ്റ് പണിയെടുക്കാൻ പറ്റും. സിക്ക് 18 ദിവസം കൊണ്ട് 36 യൂണിറ്റ് വർക്ക് തീർക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ 36/18 ഓരോ ദിവസവും 2 യൂണിറ്റ് പണിയെടുക്കാനായിട്ട് പറ്റും. അതായത് ഓരോ ദിവസവും എത്ര ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് എന്ത്? എഫിഷ്യൻസി. അപ്പോൾ 4:3:2 ആയിരിക്കും ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ. ഇനി ചോദിച്ചേക്കുന്നത് ഇവരുടെ കമ്പൈൻഡ് ടൈം ടേക്കൺ ബൈ എ ആൻഡ് ബി ആൻഡ് സി ടുഗദർ എന്താ? ടോട്ടൽ വർക്ക്. ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ അല്ലെങ്കിൽ കമ്പൈൻഡ് എഫിഷ്യൻസി. ഇവിടെ ടോട്ടൽ വർക്ക് എത്ര? 36 യൂണിറ്റ് ബൈ ടോട്ടൽ എഫിഷ്യൻസി 4 + 3 7 + 2 9. എത്ര കിട്ടും? 4 ഡേയ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ 3 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ഇൻ കേസ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ മസ്റ്റായിട്ടും അത് രേഖപ്പെടുത്തുക. ഓക്കെ, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക.
ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. നോക്കിയേ, ഒരു കനാല് ഒരു വില്ലേജിലുണ്ട്. അത് വൃത്തിയാക്കാനായിട്ട് 24 വില്ലേജേഴ്സ് വേണ്ടി വന്നു. അവർ 12 ദിവസം പണിയെടുത്തു. അപ്പം ഒരു ദിവസം, അതായത് 24 വില്ലേജേഴ്സ് 12 ദിവസം കൊണ്ട് പണിയെടുക്കുന്നു. അപ്പം ഒരു ദിവസം 24 പേരും കൂടെ ചേർന്ന് 24 യൂണിറ്റ് വർക്ക് ചെയ്യാമെന്ന് വെച്ചോ. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും എഫിഷ്യൻസി 1 ആണെന്ന് വെച്ചോ. അപ്പം ഒരു ദിവസം ഒരു വില്ലേജർ ഒരു യൂണിറ്റ് പണിയെടുക്കും. അങ്ങനെ 24 വില്ലേജറും കൂടെ ചേർന്ന് 24 യൂണിറ്റ് പണിയെടുക്കും. ഇങ്ങനെ 12 ദിവസം അല്ല അവർ പണിയെടുക്കുന്നത്. അപ്പം ഒരു ദിവസം 24 യൂണിറ്റ് ആണെങ്കിൽ 12 ദിവസം കൊണ്ട് 24 × 12 യൂണിറ്റ്സ് ഓഫ് വർക്ക് ചെയ്യും. ഈ സെയിം വർക്കാണ് കനാൽ വൃത്തിയാക്കാൻ അപ്പുറത്തെ ടീം, ഏത് ടീം, 36 വില്ലേജേഴ്സ് എക്സ് ദിവസം കൊണ്ട് ശ്രമിക്കേണ്ടത്. ആ എക്സ് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പം 36 ഈ സെയിം വർക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. രണ്ട് കൂട്ടരും ചെയ്യുന്ന വർക്ക് സെയിമാണ്. ഇക്വേറ്റ് ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ 8, ഓപ്ഷൻ 2 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് ടൈം ആൻഡ് വർക്ക്. നോക്കിയേ, എയും ബിയും 2 ആൾക്കാരുണ്ട്. അവരുടെ ദിവസം തന്നിട്ടുണ്ട്, മുമ്പ് ചെയ്ത സെയിം LCM മെത്തേഡ്. എ ഒരു ദിവസം അല്ല ഒരു പണി എടുക്കാനായിട്ട് 72 ദിവസം എടുക്കും. ബി ആ സെയിം പണി ചെയ്യാനായിട്ട് 90 ഡേയ്സ് എടുക്കും, 90 ഡേയ്സ്. അപ്പോൾ ഇവരുടെ വർക്ക് ഞാൻ ഇവരുടെ രണ്ടിൻ്റെയും 72ൻ്റെയും 90ൻ്റെയും LCM എടുക്കും, 360. അപ്പോൾ 360 യൂണിറ്റ് വർക്ക് ചെയ്യാനായിട്ട് ഇതെങ്ങനെ കണ്ടുപിടിച്ച് 72ഉം 90യും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? അപ്പം ഏറ്റവും വലിയ നമ്പറിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുത്തെടുത്ത് പോകണം. 90യുടെ അടുത്ത മൾട്ടിപ്പിൾ 180, അതിനെ 72 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് 180യുടെ അടുത്ത മൾട്ടിപ്പിൾ 270, അതും കൊണ്ടും പറ്റത്തില്ല. പിന്നെ അടുത്ത മൾട്ടിപ്പിൾ, ഫോർത്ത് മൾട്ടിപ്പിൾ 90യുടെ 360. ഓക്കെയാണ്. 360/72, 5 യൂണിറ്റ് ഓഫ് വർക്ക് ഒരു ദിവസം കൊണ്ട് എ ചെയ്യും. 90 ഡേയ്സ് കൊണ്ടാണ് 360 യൂണിറ്റ്, അതായത് ഈ സെയിം വർക്ക് ബി ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡേയിൽ 360/90 4 യൂണിറ്റ് വർക്ക് ബി കംപ്ലീറ്റ് ചെയ്യും. അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ 5:4. അപ്പോൾ 2 പേരും കൂടെ 1 ഡേ കൊണ്ട് എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും? 5 + 4 9 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ? ഇവർ 2 പേരും കൂടെ ചേർന്ന് എത്ര ദിവസം പണിയെടുത്തു? 2 പേരും കൂടെ ചേർന്ന് 10 ദിവസമേ പണിയെടുത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം 2 പേരും കൂടെ 9 യൂണിറ്റ് പണിയെടുക്കും. അങ്ങനെ 10 ദിവസം കൊണ്ട് × 10 ടോട്ടൽ 90 യൂണിറ്റ്സ് ഓഫ് വർക്ക് ഇവർ കംപ്ലീറ്റ് ചെയ്യും. ബാക്കി എത്ര ഉള്ളത്? 360 - 90, 270 വർക്ക് റിമൈനിങ് ഉണ്ട്. അപ്പം 360യിൽ ടോട്ടൽ ആയിട്ടുള്ള 360യിൽ 270 റിമൈനിങ് ആണ്. ഫ്രാക്ഷൻ 3/4. ഓക്കെ, അപ്പോൾ റിമൈനിങ് വർക്ക് ഓപ്ഷൻ 1 3/4 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. പെട്ടെന്ന് ചെയ്തേ. നോക്കിയേ, ക്വസ്റ്റ്യനിൽ 7 മണിക്കൂർ ഒരു ദിവസം പണിയെടുക്കും. ആര്? 4 men. അവരങ്ങനെ എത്ര ദിവസം പണിയെടുക്കും? 8 ഡേയ്സിൽ. അപ്പം മൊത്തത്തിൽ 4 men ഉണ്ട്. ഓക്കെ, 4 men ഒരു ദിവസം 4 m യൂണിറ്റ് വർക്ക് ചെയ്യും. അതായത് ഒരാൾ 1 യൂണിറ്റ് വർക്ക് ചെയ്യുന്നതല്ല, m യൂണിറ്റ് വർക്ക് ചെയ്യുമെന്ന് വെച്ചോ, ഒരു മാൻ. അങ്ങനെ 4 men 4 m യൂണിറ്റ് വർക്ക് ചെയ്യും ഒരു ദിവസം, അല്ല ഒരു മണിക്കൂറിൽ. ഒരു മണിക്കൂറിൽ ഒരു മാൻ 1 m യൂണിറ്റ് വർക്ക് ചെയ്യും. അങ്ങനെ 4 മനുഷ്യർ 4 m യൂണിറ്റ് വർക്ക് ചെയ്യും. അങ്ങനെ 7 മണിക്കൂറിൽ 4 m × 7 മണിക്കൂർ വർക്ക് ചെയ്യും. ഇത് ഇവരുടെ ഒരു ദിവസത്തെ വർക്കാണ്. ഇങ്ങനെ എത്ര ദിവസം വർക്ക് ചെയ്താൽ കംപ്ലീറ്റ് ആവുന്നത്? 8 ദിവസം വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു ദിവസം ഇത്രയും യൂണിറ്റ് ഈ 4 m ഗ്രൂപ്പ് ചെയ്യും മാന്. അപ്പോൾ 8 ദിവസം കൊണ്ട് 4 m × 7 × 8 ഇത്രയുമായിരിക്കും ടോട്ടൽ വർക്ക്. ഈ സെയിം വർക്കാണ് അടുത്ത ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പം വർക്കിനെ ഇക്വേറ്റ് ചെയ്യണം. ഈ സെയിം വർക്ക് ആരൊക്കെ ചേർന്ന് തീർക്കുന്നത്? 8 മണിക്കൂർ കൊണ്ട്, അല്ല ഓരോ ദിവസവും 8 മണിക്കൂർ. അപ്പം 4 ദിവസം കൊണ്ട് 4 × 8 മണിക്കൂർ കൊണ്ട്
എം മനുഷ്യർ ചെയ്യുന്നത്. എനിക്ക് എണ്ണം അറിയത്തില്ല, അതുകൊണ്ട് എം എന്നെടുത്തു. ഇത് ചെയ്യുന്ന നേരം 4 ഉം 4 ഉം പോയി, 8 ഉം 8 ഉം പോയി, ലാസ്റ്റ് എമ്മിൻ്റെ വാല്യൂ എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അതായത് 7 മനുഷ്യർ 8 മണിക്കൂറും പണി ചെയ്ത് ഓരോ ദിവസവും 8 മണിക്കൂർ വെച്ച് 4 ദിവസം കൊണ്ട് പണി ചെയ്താൽ ഈ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, നോക്കിയേ, ഇവിടെ പണിയെടുക്കുന്നത് 2 ആൾക്കാരെ ഒരു ടീം ആക്കിയിട്ടാണ്. അതായത് എയും ബിയും കൂടെ ഒരു പണി ചെയ്യാനായിട്ട് 18 ദിവസം എടുക്കും. അപ്പോൾ ടൈം ഓരോരുത്തരുടെയും 18 days. ബിയും സിയും ആ സെയിം പണി ചെയ്യാനായിട്ട് 24 ദിവസം എടുക്കും. സിയും എയും കൂടാണ് ചെയ്യുന്നതെങ്കിൽ അവർ 36 ദിവസം എടുക്കും. അപ്പം ഈ ദിവസങ്ങളുടെ LCM എനിക്ക് ടോട്ടൽ വർക്കായിട്ട് എടുക്കണം. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 18, 24, 36ൻ്റെ LCM എത്ര? 72. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 3 നമ്പറിൻ്റെ കാണുവാണെങ്കിൽ ഏറ്റവും വലിയ നമ്പറിൻ്റെ അടുത്തടുത്ത മൾട്ടിപ്പിൾ എടുത്തെടുത്ത് ഇങ്ങനെ ആലോചിച്ച് പോയാൽ മതി. കുറച്ച് പ്രാക്ടീസ് കിട്ടുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ 72 ഇവരുടെ LCM. അപ്പോൾ എയും ബിയും കൂടെ 18 ദിവസം കൊണ്ട് 72 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഒരു ദിവസം കൊണ്ട് എയും ബിയും കൂടെ എത്ര കംപ്ലീറ്റ് ചെയ്യും? 72/18 ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ഡേയ്സ് 4 യൂണിറ്റ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിൻ്റെ 4, 3, 2 യൂണിറ്റ് എന്ന് കിട്ടും. അതായത് ഈ ഓരോ ഗ്രൂപ്പും 1 day കൊണ്ട് 4, 3, 2 യൂണിറ്റ്സ് ഓഫ് വർക്ക് റെസ്പെക്റ്റീവ്ലി കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര? 4 + 3 + 2 ആണോ? അല്ല, നോക്കണം. ഇനി ഇതെല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോവാം. 4 + 3 + 2 ചെയ്യുമ്പോൾ എത്ര? 4 + 3 7 + 2 9 യൂണിറ്റ്. ഇത് 1 day കൊണ്ട് ഈ ഗ്രൂപ്പുകൾ ചെയ്യുന്ന വർക്കാണ്. ഈ ഗ്രൂപ്പുകളിൽ ആരൊക്കെ വരും? 4 + 3 അല്ല, അപ്പോൾ A + B + B + C, അതായത് B 2 തവണ വന്നു, പ്ലസ് C + A, C 2 തവണ വന്നു, A 2 തവണ വന്നു. എയും ബിയും സിൻ്റെ എഫിഷ്യൻസി എല്ലാം 2 തവണ വീതം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം 2 × A + B + C എന്ന് പറയുന്നതാണ് ഈ കൂട്ടുന്ന 9 എന്ന് പറയുന്നത്. അപ്പോൾ A + B + C, അതായത് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 9/2 4.5 ആയിരിക്കും. അതായത് എയും ബിയും സിയും കൂടെ ഒരുമിച്ച് ഒരു ദിവസം 4.5 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ കമ്പൈൻഡ് വർക്ക് എല്ലാവർക്കും ഒരുമിച്ചുകൂടെ ടൈം ടേക്കൺ ബൈ A + B + C ടുഗദർ എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് 72 ബൈ കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര? 4.5 ഞാൻ 45/10 എന്ന് എഴുതുക, അത് മണ്ടേ പോകും. അപ്പോൾ 5 കൊണ്ട് കൂട്ടാൻ നേരം 2, 5 കൊണ്ട് കൂട്ടാൻ നേരം 9, 8 × 2 16 ഡേയ്സ് ആയിരിക്കും ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 30 seconds. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലായിരുന്നോ? 2 പേര് പണിയെടുക്കുന്നുണ്ട്, അതിൽ ഒരാൾ ആ സെയിം പണി ചെയ്യാനെടുക്കുന്ന സമയം തന്നിട്ടുണ്ട്, ആൻഡ് 2 പേരും ഒരുമിച്ച് ചെയ്യാനെടുക്കുന്ന സമയവും തന്നിട്ടുണ്ട്. കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ഇത് ആ കാറ്റഗറി വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ. അതായത് 2 ആൾക്കാരുണ്ട്, എയും ബിയും. എ ചെയ്യാനെടുക്കുന്ന സമയം A ഡേയ്സ് അല്ലെ A മണിക്കൂർ എത്ര ആണോ? ടൈം ഫ്രെയിം ഡിഫറെൻ്റ് ആവും. ആ സെയിം വർക്ക് ചെയ്യാൻ ബി എടുക്കുന്ന സമയം B മണിക്കൂർ B ദിവസമാണെങ്കിൽ 2 പേരും കൂടെ ഒരുമിച്ച് ആ വർക്ക് ചെയ്യാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് AB/A + B ആയിരിക്കും. അപ്പം നോക്കിയേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന എ ടോട്ടൽ വർക്കിൻ്റെ 5/1 1/5 ചെയ്യാൻ 10 days എടുക്കും. അങ്ങനെയെങ്കിൽ ടോട്ടൽ വർക്ക് ചെയ്യാൻ 5 അപ്പുറത്ത് പോകുമ്പോൾ 50 days എടുക്കും. അതായത് വർക്ക് 5 times ആകുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ഐ ഹാവ് ടു വർക്കും 5 times ആകും. അതായത് 10 × 5 50 days എടുക്കും. അപ്പോൾ ടോട്ടൽ വർക്ക് ചെയ്യാൻ A 50 days എടുക്കും. ഈ സെയിം രീതിയിൽ B എത്ര ദിവസം എടുക്കും? 75 days എടുക്കും ആ സെയിം ടോട്ടൽ വർക്ക് ചെയ്യാൻ.
അപ്പം ടൈം ടേക്കൺ ബൈ A+B എന്ന് പറയുമ്പോൾ എത്ര A ഇൻറ്റു ബി. എ എടുക്കുന്ന ദിവസം 50, ബി എടുക്കുന്ന ദിവസം 75. 50 + 25 75 125. 25 കൊണ്ട് വിട്ടാൽ നേരം 3, 25 കൊണ്ട് വിട്ടാൽ നേരം 5 വെട്ടി 10 എത്ര ആയിരിക്കും? 30 ഡേയ്സ് ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ 1 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ടൈം ആൻഡ് വർക്ക് എളുപ്പമുള്ള ടോപ്പിക്കാണ്. മാക്സിമം പ്രാക്ടീസ് ചെയ്ത് എളുപ്പമുള്ളതൊക്കെ നിങ്ങൾ ഭയങ്കര സെറ്റാക്കി വെച്ചേക്കണം. എക്സാമിന് നിങ്ങൾക്ക് ഏസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സിലൊന്നായിരിക്കും ടൈം ആൻഡ് വർക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ സീരീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാക്സിമം ഡൗട്ട് കുറവുള്ളൊരു സെക്ഷൻ ആയിരിക്കും. ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്കത് നെക്സ്റ്റ് ലൈവിൽ റെസ്പോണ്ട് ചെയ്യണം. ആരും റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല. ഞാൻ കുറേ ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സീരീസ് നിങ്ങൾ കാണാനിരുന്നാൽ നിങ്ങൾ ഡിറ്റർമിൻഡ് ആയിട്ട് ലാസ്റ്റ് വരെ കാണണം. ഓക്കെ, അത് പാതിക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ ആ കോമ്പറ്റീഷൻ പാത്തിൽ നിങ്ങൾ തോറ്റുപോയി എന്നർത്ഥം. നിങ്ങൾ ജെനുവിനായിട്ട്, ഞാൻ പറഞ്ഞു സീരീസിന് മുമ്പ് നമ്മൾ മാത്സ് എങ്ങനെ പഠിക്കണം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം പറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്ട്രാറ്റജി സെറ്റാക്കി വെക്കണം. ഈ സീരീസ് നിങ്ങൾക്ക് എങ്ങനെ സെൽഫ് സ്റ്റഡിയിൽ ഉപകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വ്യക്തമായിട്ട് വാച്ച് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷനൊപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇച്ചിരി ചെയ്ത് ഒരു 1-2 മാസത്തിനിടയിൽ ഏതോ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഗെയിൻ കിട്ടി തുടങ്ങും. അതുവരെ മടുപ്പായിരിക്കും, അത് സഹിച്ചേ പറ്റത്തുള്ളൂ. ഇല്ല, എല്ലാവർക്കും കിട്ടത്തില്ല ജോലി. അപ്പം ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ എന്തൂസിയാസ്റ്റിക് ആയിട്ട് പഠിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്ലബ്ബിൽ ഭാഗമാകാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. സോ പ്ലീസ് വാച്ച് ദ വീഡിയോ ടിൽ ദെൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫർദർ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇട്ടാൽ മതി. അക്കാഡമിക്സ് റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ സീരീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബട്ട് ഇൻ കേസ് ആരെങ്കിലും ഫ്രഷ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, അഡ്മിഷൻ വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലായിരിക്കും കോച്ചിങ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ് തരും. എന്നിട്ട് ഇതിൻ്റെ വർക്കൗട്ട് സെഷൻ ഓരോ ഡേയിലും 2.5 മണിക്കൂർ വെച്ച് കാണും. ഹാൻഡിൽഡ് ബൈ ഞങ്ങളെപ്പോലുള്ള മെൻറ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത്. അപ്പം ബേസിക് സർക്കിൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെ ഒക്കെ ചെയ്ത് നിങ്ങൾക്കൊരു അനുഭവം വരുത്തും. പിന്നെ എക്സ്ട്രീം സർക്കിൾ കുറച്ചുകൂടെ പാടുള്ള മെയിൻസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഡ്യൂറേഷൻ കൂടിയതായിരിക്കും. ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു ഗ്രൂപ്പ് ആക്കും കേട്ടോ. ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങളെ ഗ്രൂപ്പാക്കി കമ്പൈൻഡ് ആയിട്ടായിരിക്കും നിങ്ങളെ ലേൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പം പഠിത്തം മടുക്കത്തില്ല. പിന്നെ സൂപ്പർ ബാച്ച്, അത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് ബാച്ച്. പിന്നെ റിപ്പ് എന്ന് പറയുന്നതും വർക്കൗട്ട് സെഷനാണ്. ആൻഡ് മോക്ക് ഇൻ്റർവ്യൂ ആണ്. ഡയറക്റ്റ് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജേഴ്സിൻ്റെ ഒരു പാനൽ മെമ്പേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് PO എക്സാംസിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ റൗണ്ടിൻ്റെ കോച്ചിങ് തരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സും ആസ്പിറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓഫ്ലൈൻ ആണെങ്കിൽ ഇങ്ങനെ, മറിച്ച് ഓൺലൈൻ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.